നമസ്കാരം. വേദാസിന്റെ മറ്റൊരു മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ഒരു ചോദ്യത്തിൽ തുടങ്ങാം. ഒരു ചതുരത്തിന്റെ രണ്ട് വികരണങ്ങൾ തുല്യമാണോ? എന്തുകൊണ്ട്? ആർ ദി ടു ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഈക്വൽ? വൈ? ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. ഒരു ചതുരത്തിന്റെ രണ്ട് വികരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഡയഗണൽസ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈക്വൽ ആകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഈക്വൽ ആയത് എന്നുകൊണ്ട് ഒരു റീസൺ കൂടി നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് എ ബി സി ഡി എന്നൊരു ചതുരം വരച്ചു. പേര് കൊടുത്തു എ ബി സി ഡി എന്നൊരു ചതുരം വരച്ചു. ഓക്കെ, ഡിയും ബിയും തമ്മിൽ ചേർത്തുകൊണ്ട് ഒരു ഡയഗണൽ ബി ഡി എന്നൊരു ഡയഗണൽ വരച്ചു. എയും സിയും ചേർത്തുകൊണ്ട് എ സി എന്നൊരു ഡയഗണൽ വരച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എ സിയും അതുപോലെ ബി ഡിയും ഇന്റർസെക്ട് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന, കൂടിച്ചേരുന്ന വരെയാണ് ഒ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ചിത്രത്തില് എ സിയും അതുപോലെ ബി ഡിയും തുല്യമാണ്, അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന വികരണവും ബി ഡി എന്ന് പറയുന്ന വികരണവും തുല്യമാണ് എന്നാണ് തെളിയിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ത്രികോണങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ എടുത്തത് പോലെയല്ല. എടുക്കുമ്പോൾ എ സി അതുപോലെ ബി ഡി ഈ രണ്ട് വശങ്ങൾ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളായി വരണം. നമ്മൾ എടുക്കുന്ന ത്രികോണങ്ങളുടെ വശമായിട്ട് എ സിയും അതുപോലെ ബി ഡിയും വരണം. അതാണ് നമ്മൾ ഇവിടെ ത്രികോണം എടുക്കുമ്പോഴുള്ള പ്രത്യേകത. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നാല് ത്രികോണങ്ങൾ അല്ലാതെ എടുക്കാൻ പറ്റും. ഇവിടെ കാണുന്ന ഡി ഒ സിഒ, അല്ലെങ്കിൽ സി ഒ ബിഒ, അല്ലെങ്കിൽ ബി ഒ എഒ, അല്ലെങ്കിൽ എ ഒ ഡിഒ, നാല് ത്രികോണങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ സിയും അതുപോലെ ബി ഡിയും തന്നെ വശങ്ങളായിട്ട് വരണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ത്രികോണം എന്ന് പറഞ്ഞാൽ ത്രികോണം എ ബി ഡി ആണ്. ത്രികോണം എ ബി ഡി എല്ലാവരും കണ്ടാണല്ലോ. ത്രികോണം എ ബി ഡി ഈ കാണുന്നതാണ് ത്രികോണം എ ബി ഡി. അപ്പോ എ ബി ഡിയിൽ ബി ഡി ഒരു വശമായിട്ടുണ്ട് അല്ലെ. അപ്പോ ത്രികോണം എ ബി ഡി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എടുക്കുന്ന ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം എ ബി സി ആണ്. ഓക്കെ, ത്രികോണം എ ബി സി ശ്രദ്ധിച്ചേ, എ ബി സി. അപ്പോ എ ബി സി എന്ന് പറയുന്ന ത്രികോണം കണ്ടല്ലോ, എ സി ഒരു വശമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ എ ബി ഡിയും അതുപോലെ എ ബി സിയും നമുക്ക് ത്രികോണങ്ങളായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ത്രികോണത്തിന് തുല്യമായിട്ടുള്ള വശങ്ങൾ ആദ്യം പറയാൻ പറ്റും. നമുക്കറിയാം, രണ്ട് ത്രികോണങ്ങളുടെയും പൊതുവായിട്ടുള്ള വശമാണ്, അല്ലെങ്കിൽ കോമൺ സൈഡ് ആണ് എ ബി. കണ്ടോ, എ ബി ഡിയിലെയും അതുപോലെ എ ബി സിയിലെയും പൊതുവായിട്ടുള്ള ഒരു വശമാണ് എ ബി. അപ്പൊ കോമൺ സൈഡ് ആണ് എ ബി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാം, ത്രികോണം എ ബി ഡിയിലെ എ ഡി എന്ന് പറയുന്ന വശവും ത്രികോണം എ ബി സിയിലെ ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണ്. ത്രികോണം എ ബി ഡിയിലെ എ ഡി എന്ന് പറയുന്ന വശവും ത്രികോണം എ ബി സിയിലെ ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണ്. കാരണം നമുക്കറിയാം, ഈ കാണുന്ന ചതുരത്തിന്റെ എ ബി സി ഡി എന്ന് പറയുന്ന ചതുരത്തിന്റെ എതിർവശങ്ങളാണ് എ ഡിയും ബി സിയും. അപ്പോ എ ഡിയും ബി സിയും ത്രികോണത്തിലെ തുല്യമായിട്ടുള്ള വശങ്ങളാണ്. കാരണം ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഈക്വൽ സൈഡ് ആണ് എ ഡിയും ബി സിയും. അപ്പൊ നമുക്ക് രണ്ട് ജോഡി വശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എ ബി ഡി എന്ന് പറയുന്ന ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു മട്ടകോണാണ്. അപ്പോ കോൺ ഡി എ ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോ ത്രികോണം എ ബി ഡി എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോൺ, അല്ലെങ്കിൽ കോൺ ഡി എ ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ കോൺ എ ബി സി എടുക്കുകയാണെങ്കിൽ കോൺ ബി എന്ന് പറയുന്ന ആംഗിൾ, അല്ലെങ്കിൽ കോൺ എ ബി സി എന്ന് പറയുന്ന കോൺ എ ബി സി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. അപ്പോ രണ്ടിടത്തെയും രണ്ട് വശവും ഒരു കോണും തുല്യമായി കഴിഞ്ഞു അല്ലേ. ഒന്നാമത്തെ ത്രികോണത്തിന്റെ രണ്ട് വശവും ഒരു കോണും, മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശത്തിനും ഒരു കോണിനും തുല്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇതിന്റെ പൊതു തത്വം, ജനറൽ പ്രിൻസിപ്പിൾ എന്താണ് പഠിച്ചത്. എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ? ഒരു ത്രികോണത്തിലെ രണ്ട് വശവും ഒരു കോണും തുല്യമായി മാറുകയാണെങ്കിൽ അവിടുത്തെ മൂന്നാമത്തെ വശം തുല്യമായിരിക്കും. അതുപോലെ തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പോ ഇവിടെ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ത്രികോണത്തിലാണെങ്കിൽ ബി ഡി ആണ് മൂന്നാമത്തെ വശം ബി ഡി ആണ്. അതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിലെ രണ്ടാമത്തെ ട്രയാങ്കിളിലെ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി ആണ്. അപ്പോ ബി ഡിയും എ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും മൂന്നാമത്തെ വശമായത് കൊണ്ട്. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ ബി ഡിയും എ സിയും തുല്യമായതിന്റെ കാരണം രണ്ട് തുല്യമായിട്ടുള്ള ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശമാണ് ബി ഡിയും എ സിയും എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബി ഡിയും എ സിയും തുല്യമാണ്, അല്ലെങ്കിൽ വികരണങ്ങൾ പരസ്പരം തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയമാണ് അടുത്ത പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട്
ഒരു സമപാർശ്വ ത്രികോണം എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതെ, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ പാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചിത്രത്തില് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ത്രികോണം, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണ്. അപ്പോൾ എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണ്. കാരണം രണ്ടും 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞു. അപ്പോ എന്താണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ത്രികോണത്തിനെ രണ്ട് തുല്യ ത്രികോണങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. അതായത് സിയിൽ നിന്ന് എ ബിക്ക് ലംബമായിട്ട് ഞാനൊരു വര വരയ്ക്കാൻ പോവുകയാണ്. സിയിൽ നിന്ന് എ ബിക്ക് ലംബമായിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞു. ലംബമായിട്ട് വരച്ച വരയിൽ എ ബിയിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് ഞാൻ O എന്ന് കൊടുക്കണം. അപ്പോൾ CO ആണ് എ ബിയുടെ പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബ വര എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെയാണെങ്കിൽ നമുക്ക് ഈ ത്രികോണത്തിന് തുല്യമായിട്ടുള്ള വശങ്ങളോ അല്ലെങ്കിൽ കോണുകളോ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എ സിയും അതുപോലെ ബി സിയും തുല്യമാണ്. കാരണം രണ്ടും 6 സെന്റിമീറ്റർ ആണ്. ചോദ്യത്തിൽ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പോൾ എ സിയും ബി സിയും തുല്യമാണ്, ഈക്വൽ ആണ്. ഇനി നമുക്ക് പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ ചിത്രത്തില് എ ബി എന്ന് പറയുന്ന ഒരു വശം നമ്മൾ വിചാരിക്കുക സപ്പോസ് 8 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സങ്കല്പിക്കുക 8 സെന്റിമീറ്റർ ആണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ച ഈ CO എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബ വര എന്ത് ചെയ്യും? ഈ എ ബിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി കണ്ടില്ലേ? അതാണ് ലംബം എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി കഴിയുമെങ്കിൽ AOയും അതുപോലെ BOയും തുല്യമായിരിക്കും. എന്താണ്? AO എന്ന് പറയുന്ന വരയും അതുപോലെ BO എന്ന് പറയുന്ന വരയും അല്ലെങ്കിൽ വശങ്ങളും തുല്യമായിരിക്കും. കാരണം അവിടെ ലംബ വര ഉപയോഗിച്ച് വരച്ചതുകൊണ്ട് ഇത് സമഭാജികമായി മാറി അല്ലെങ്കിൽ തുല്യമായിട്ട് മാറി. ഓക്കെ, അടുത്തതായിട്ട് നമുക്കറിയാം ഈ രണ്ട് ത്രികോണങ്ങളിലെയും പൊതുവായിട്ടുള്ള ഒരു വശമാണ് OC എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ത്രികോണങ്ങളിലെയും പൊതുവായിട്ടുള്ള വശമാണ് OC എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെ പൊതുവായിട്ടുള്ള വശമായ OC തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ആശയമാണ് ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമായി കഴിഞ്ഞാൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. AC-യുടെയും BC-യുടെയും എതിർകോണുകൾ തുല്യമായിരിക്കും. AC-യുടെ എതിർകോൺ എന്ന് പറഞ്ഞാൽ കോൺ COA ആണ്. അപ്പൊ കോൺ COAയും അതുപോലെ BC-യുടെ എതിർകോൺ എന്ന് പറഞ്ഞാൽ കോൺ COB ആണ്. കോൺ COBയും തുല്യമായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റും അത്ര 90 ഡിഗ്രിയാണ്, ലംബ വരയാണ്. അപ്പോ COAയും COBയും തുല്യമാണ്. കാരണം 90 ഡിഗ്രിയാണ്. അവിടെ നമുക്ക് പറയാൻ പറ്റും ലംബ വരയായിട്ട് രണ്ടും 90 ഡിഗ്രിയാണ്. ഇനി അതുപോലെ AOയും BOയും എടുക്കാം. അപ്പോ AOയും BOയും എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കോൺ ACOയും അതുപോലെ കോൺ BCOയും തുല്യമായിരിക്കും. കോൺ ACOയും കോൺ BCOയും തുല്യമായിരിക്കും. OC എന്ന് പറയുന്ന പൊതുവശം അല്ലെങ്കിൽ കോമൺ സൈഡ് എടുക്കണം. OC എന്ന് പറയുന്ന പൊതുവശം അല്ലെങ്കിൽ കോമൺ സൈഡ് എടുക്കണം. അപ്പോ OC-യുടെ എതിർകോൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് കോൺ CBO ആണ്. കോൺ CBO ആണ്. അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിലെ എതിർകോൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോണാണെങ്കിൽ കോൺ CAO ആണ്. അപ്പോ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും? പരസ്പരം തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ ലംബ വര ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ലംബ വര നമ്മൾ ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തുല്യമാക്കാൻ വേണ്ടി നമ്മൾ വരച്ച വര നമ്മൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺ CBO അതുപോലെ എന്താണെന്ന് പറയാം നമുക്ക് ഈ കാണുന്ന കോൺ ബിയും അതുപോലെ കോൺ CAOയ്ക്ക് പകരം നമുക്ക് ഇവിടെ കാണുന്ന കോൺ എയും തുല്യമാണെന്ന് പറയാം. കോൺ എയും കോൺ ബിയും തുല്യമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറയാൻ പറ്റും. 6 സെന്റിമീറ്ററിന്റെ എതിർകോണും ഇവിടെ കാണുന്ന 6 സെന്റിമീറ്ററിന്റെ എതിർകോണും തുല്യമാണ്. അതായത് തുല്യമായ രണ്ട് വശങ്ങളുടെ എതിർകോണുകൾ തുല്യമാണ്. അല്ലെങ്കിൽ അല്പം കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ തുല്യമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ തുല്യമാണ്. അല്ലെങ്കിൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കാം. തുല്യമായ രണ്ട് കോണുകൾ ഉണ്ടെങ്കിൽ അത് സമപാർശ്വ ത്രികോണം നമുക്ക് പറയാൻ പറ്റും എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ കോൺ എയും അതുപോലെ കോൺ ബിയും അതുപോലെ കോൺ ബിയും തുല്യമാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. ഓക്കെ,
കോൺ എയും കോൺ ബിയും തുല്യമാണ് നമ്മൾ നേരത്തെ കിട്ടിയ കാര്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സമപാർശ്വ ത്രികോണമാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഈ ത്രികോണത്തിനെ രണ്ടാക്കി വരച്ചു, അല്ലെങ്കിൽ ഒരു ലംബ വര വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിലൊരു ലംബ വര വരച്ചു. ഓക്കെ, ഇനി കൂട്ടിമുട്ടിയ ഭാഗത്തിന് O എന്ന പേര് നൽകി. ഓക്കെ, നമുക്ക് ആദ്യമേ പറയാൻ പറ്റും ത്രികോണം COAയും അതുപോലെ ത്രികോണം COBയും രണ്ട് ത്രികോണങ്ങളാണ് ഉള്ളത്. ഇതില് പൊതുവായിട്ടുള്ള വശമാണ് OC എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെ പൊതുവായിട്ടുള്ള വശമാണ് OC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവശമാണ്, കോമൺ സൈഡ്. ഇനി അതുപോലെ ഇവിടെ കാണുന്ന AB എന്ന വരയില് OC എന്ന് പറയുന്ന ലംബവര അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ ഇന്റർസെക്ട് ചെയ്തപ്പോൾ അവിടെ OAയും OBയും ഈക്വൽ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ OAയും അതുപോലെ OBയും ഈക്വൽ ആയി മാറിക്കഴിഞ്ഞു. അതുപോലെ നമുക്ക് പറയാൻ അവിടെ കോൺ എയും കോൺ ബിയും തുല്യമാണെന്ന് കൊടുത്തത്. അതായത് ഇവിടെ കാണുന്ന ത്രികോണമാണെങ്കിൽ CBOയും കോൺ CAOയും അതുപോലെ കോൺ CBOയും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞ കോൺ എയും കോൺ ബിയും തുല്യമാണെന്ന് പറഞ്ഞത്. അപ്പോ നമുക്ക് COA എന്ന് പറയുന്ന ത്രികോണത്തിലെയും COB എന്ന് പറയുന്ന ത്രികോണത്തിലെയും ട്രയാങ്കിളിലെയും രണ്ട് വശവും അതുപോലെ ഒരു ത്രികോണവും രണ്ട് വശവും അതുപോലെ ഒരു കോണും അല്ലെങ്കിൽ 2 sides and 1 angle are equal, രണ്ട് വശവും ഒരു കോണും തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ വശം തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് BCയും അതുപോലെ ACയും. അപ്പോൾ ACയും അതുപോലെ BCയും തുല്യമായിരിക്കും. ACയും BCയും തുല്യമായിരിക്കും. അപ്പോൾ ACയും BCയും തുല്യമാണ് എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടുത്തെ രണ്ട് വശങ്ങൾ തുല്യമായി അല്ലേ. ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, അവിടുത്തെ തുല്യമായ കോണുകളുടെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. തുല്യമായ കോണുകളുടെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഈ വരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കോൺ ബിയുടെ എതിർവശമായിട്ടുള്ള ACയും കോൺ എയുടെ എതിർവശമായിട്ടുള്ള BCയും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ചും പറയാം അതാണ് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അതൊരു സമപാർശ്വ ത്രികോണമാണ്. അതുപോലെ തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ തുല്യമായിരിക്കും. ഇനി ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായി കഴിഞ്ഞാൽ അവ സമപാർശ്വ ത്രികോണമാണ്. തുല്യമായ കോണുകളുടെ എതിർവശവും തുല്യമാണ്. മറന്നുപോകരുത്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം? നമുക്കറിയാം എന്താണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. യെസ്, അത് തന്നെയാണ്. ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാങ്കിളിനെ അല്ലെങ്കിൽ ത്രികോണത്തിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ എതിർകോണുകൾ തുല്യമാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ മൂന്ന് വശങ്ങൾ തുല്യമാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇവിടെ മൂന്ന് വശം സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇവിടുത്തെ മൂന്ന് കോണുകളും പരസ്പരം തുല്യമായിരിക്കും. അതായിരിക്കും ഇവിടെ വരുന്ന മൂന്ന് കോണുകൾ പരസ്പരം തുല്യമായിരിക്കും. അപ്പോൾ ഇവയ്ക്ക് ABC എന്ന് പേര് നൽകുകയാണെങ്കിൽ കോൺ എയും അതുപോലെ കോൺ ബിയും അതുപോലെ കോൺ സിയും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന മൂന്ന് വശങ്ങൾ തുല്യമായതുകൊണ്ട് തന്നെ ഇവയുടെ മൂന്ന് എതിർകോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് കോൺ എയും കോൺ ബിയും കോൺ സിയും തുല്യമായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പോ ഈ 180 ഡിഗ്രി ഈ മൂന്ന് കോണുകൾ തുല്യമായിട്ട് ഭാഗിക്കുന്നു. അതായത് മൂന്ന് കോണുകളിലും ഓരോ കോണുകളുടെയും അളവ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി വീതമായിരിക്കും. ഇത്രയ്ക്കും ഓരോ കോണുകളുടെയും അളവ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിലെ അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഓരോ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ കോണളവ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും 60 ഡിഗ്രിയാണ്. മൂന്ന് കോണുകളും 60 ഡിഗ്രിയാണ്. ഓക്കെ, മൂന്ന് കോണുകളും 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും തുല്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, മൂന്ന് കോണുകൾ തുല്യമായി കഴിഞ്ഞാൽ അതിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് മൂന്ന് കോണുകൾ തുല്യമായെങ്കിൽ അവിടെ എതിർവശങ്ങൾ ഓരോന്നും തുല്യമായിരിക്കും. അപ്പൊ കോൺ ബിയുടെ എതിർവശമായിട്ടുള്ള ACയും കോൺ എയുടെ എതിർവശമായിട്ടുള്ള BCയും
കോൺ സിയുടെ എതിർവശമായിട്ടുള്ള എ ബിയും തുല്യമായിരിക്കും. അത് 3 വശങ്ങൾ പരസ്പരം തുല്യമായിരിക്കും. അപ്പോ സമഭുജ ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട ആശയം ഇതാണ്. സമഭുജ ത്രികോണത്തിലെ 3 കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും, അല്ലെങ്കിൽ ഓരോ കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. ഇനി 3 കോണുകളും 60 ഡിഗ്രി വരുന്ന ഒരു ത്രികോണത്തെ നമുക്ക് സമഭുജ ത്രികോണം എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിലും ഒരു കോൺ എഴുതിയിട്ടുണ്ട്. മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. Some isosceles triangle are drawn below. In each one angle is given. Find the other angle. അപ്പോ ചിത്രത്തിലേക്ക് നോക്കാം. അപ്പോ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് 4 രൂപങ്ങളാണ്, 4 ത്രികോണങ്ങൾ, 4 ട്രയാങ്കിൾ ആണ്. അപ്പോ ഈ 4 ട്രയാങ്കിളിലെയും ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു കോൺ നൽകിയിട്ടുണ്ട്. മറ്റുള്ള 2 കോണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യമായിട്ടുള്ള ചിത്രം ഫസ്റ്റ് ചോദ്യത്തിൽ നോക്കാം. ഇവിടെ ഒരു കോൺ 30 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് സമപാർശ്വ ത്രികോണമാണെന്ന് ആദ്യമേ നമ്മൾ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോ ഈ സമപാർശ്വ ത്രികോണത്തിലെ ഏതൊക്കെയോ 2 കോണുകൾ തുല്യമാണ്. അപ്പോ നമുക്ക് ഏതൊക്കെയാണ് തുല്യമായിട്ടുള്ള വശം എന്ന് നോക്കാം. ഈ കാണുന്ന വശവും ഈ കാണുന്ന വശമായിരിക്കും തുല്യം. ഇത് ഒരു വലിയ വശമാണ്. അപ്പോ ഈ 2 വശങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ എതിർകോണങ്ങളായിരിക്കും തുല്യം. അപ്പോ ഈ വശത്തിന്റെ എതിർകോണാണ് ഇവിടെ കാണുന്നത്, അതുപോലെ ഈ വശത്തിന്റെ എതിർകോണാണ് ഇവിടെ കാണുന്നത്. അപ്പോ ഇവിടുത്തെ കോണും ഇത്രയായിരിക്കും, തുല്യമായിരിക്കും. അപ്പോ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ടും 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 2 കോണുകൾ 30 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാനല്ലോ അല്ലെ. 180 ഡിഗ്രിയാണ് ആകെ കോണുകളുടെ തുക. അതിലെ 2 കോണുകളുടെ തുകയായിട്ടുള്ള 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോൺ അളവ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കോൺ അളവ് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ത്രികോണത്തിലെ 3 കോണുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ത്രികോണത്തില് ഒരു കോൺ 40 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തുല്യമായിട്ടുള്ള 2 വശം കൊണ്ട് ഒന്ന് ഈ കാണുന്ന വശവും മറ്റൊന്ന് ഈ കാണുന്ന വശവും. ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വശമാണ്. അപ്പോൾ ഈ 2 വശങ്ങളാണ് തുല്യം. അപ്പോ ഈ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. ഈ വശത്തിന്റെ എതിർ കോണായിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഈ കോണും അതുപോലെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഈ കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകൾ തുല്യമായിട്ട് വരണം. നമുക്കറിയാം ആകെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതിൽ ഒരു കോൺ 40 ആണ്. ബാക്കിയുള്ള 2 കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഈ സമപാർശ്വ ത്രികോണത്തിലെ 2 കോണുകളുടെ തുക 140 ഡിഗ്രിയാണ് എങ്കിൽ ഈ 140 ഡിഗ്രിയും 2 കോണുകൾ തുല്യമായിട്ട് വീതിക്കേണ്ടി വരും, അല്ലെങ്കിൽ തുല്യമായിട്ട് ഭാഗിക്കേണ്ടി വരും. അപ്പോൾ 140ന്റെ പകുതിയായിട്ടുള്ള 70 ഡിഗ്രി ആയിരിക്കും സമപാർശ്വ ത്രികോണത്തിലെ ഓരോ കോണുകളും വരുന്നത്. അപ്പോൾ 70 ഡിഗ്രി 40 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ചിത്രത്തിൽ 20 ഡിഗ്രി വരുന്ന ഒരു കോൺ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ തുല്യമായിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വശവും ഈ കാണുന്ന ഒരു വശമാണ്. അപ്പോ ഈ കാണുന്ന വശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വശമായിട്ട് തുല്യമല്ല. അത് ഈ വശത്തിന്റെ എതിർകോണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 20 ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 വശങ്ങളുടെ എതിർകോണുകൾ ഇവ രണ്ടുമാണ്. അപ്പോൾ അവയുടെ അളവുകൾ നൽകിയിട്ടില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ 180 ഡിഗ്രിയാണ് ആകെ ഉള്ളത്. അതിൽ ഒരു കോൺ 20 ഡിഗ്രിയാണ്. ബാക്കിയുള്ള 2 കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രിയാണ് അല്ലെ. അപ്പോ ആകെ 180 ഡിഗ്രിയിൽ ഒരു ആംഗിൾ പോയിട്ട് ബാക്കിയുള്ള 2 ആംഗിൾ ഈക്വൽ ആയിട്ടുള്ള 2 ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രിയാണ്. ആണെങ്കിൽ ഓരോ ആംഗിളും നമ്മൾ 160യുടെ ഹാഫ് ആയിരിക്കും, അല്ലെങ്കിൽ പകുതി ആയിരിക്കും, അതായത് 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന കോണും 80 ഡിഗ്രി വീതമായിരിക്കും. ഇനി നാലാമത്തെ ചിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന തുല്യമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വശവും അതുപോലെ ഈ കാണുന്ന വശവുമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ കാണുന്ന വശത്തിന്റെ എതിർകോണം ഇതാണ്, അതുപോലെ ഈ കാണുന്ന വശത്തിന്റെ എതിർകോണം ഇവിടെ കാണുന്ന കോണാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ആണ്. അതിൽ ഒരു കോണായിട്ടുള്ള 100 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 കോണുകളുടെ തുക നമുക്ക് കിട്ടും. അതായത് 80 ഡിഗ്രി ആയിരിക്കും ബാക്കിയുള്ള 2 കോണുകളുടെ തുക. അതായത് ഓരോ കോണുകളും 80ന്റെ പകുതിയായിട്ടുള്ള ഹാഫ് ആയിട്ടുള്ള 40 ഡിഗ്രി ആയിരിക്കും ഓരോ കോണുകളും. അപ്പൊ ഓരോ കോണുകളും 40 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇതാണ് ഈ 4 ചോദ്യത്തിലെ കോണുകളുടെ തുക. അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റു 2 കോണുകൾ എന്തൊക്കെയാണ്? One angle of an isosceles triangle is 90 degree. What are the other 2 angles? ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ചിത്രം നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു ചിത്രം വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു കോൺ 90 ഡിഗ്രി വരുന്ന കോൺ വരയ്ക്കാൻ പറ്റും, അതായത് മട്ട കോൺ വരയ്ക്കാൻ പറ്റും. നമുക്കൊരു ചിത്രം നോക്കാം. ഒരു കോൺ 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. നമുക്ക് ഈ
ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് പറയാം. ഇനി ഇവിടെ ഏതൊക്കെ വശങ്ങളാണ് തുല്യമാണ് എന്ന് നൽകിയിട്ടില്ല. ഈ കോൺ സമപാർശ്വ ത്രികോണത്തിൽ വരുന്നതാണ് എങ്കിൽ അതിന്റെ പേരായിട്ടുള്ള രണ്ടാമത്തെ കോണും 90 വരണം. അപ്പോൾ രണ്ട് കോണുകളും 90 വരണം സമപാർശ്വമാണെങ്കിൽ. ഈ കോൺ സമപാർശ്വമാണെങ്കിൽ അതും അതിന്റെ ജോഡിയും കൂടി 90 വരണം. അങ്ങനെ രണ്ട് കോണുകൾ 90 വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോണുകളുടെ തുക 180 കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയത്തില്ല ഈ രണ്ട് കോണുകളുടെ തുക 180 കഴിഞ്ഞാൽ ഇത് ത്രികോണം കിട്ടത്തുണ്ടാവില്ല. അപ്പോ ഈ രണ്ട് കോണുകൾ 90 വരുന്ന ഒരു സമപാർശ്വം നമുക്ക് വരയ്ക്കാൻ പറ്റും. സമപാർശ്വ ത്രികോണം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ, ബാക്കിയുള്ള രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോ ഈ ഒരു കോണാണ് ത്രികോണത്തിലെ സമപാർശ്വ ത്രികോണത്തിലെ മൂന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രണ്ട് കോണുകളായിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ആണ്. അതിൽ ഒരു കോൺ 90 ആണ് എങ്കിൽ ബാക്കിയുള്ള രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ തുകയാണ് 90 കിട്ടിയത്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു കോൺ എന്ന് പറഞ്ഞാൽ 90ന്റെ ഹാഫ് അല്ലെങ്കിൽ 90ന്റെ പകുതി അല്ലെങ്കിൽ 90ന്റെ തുല്യ പകുതിയായിട്ട് ഭാഗിക്കണം 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഓരോ കോണുകളും 45 ഡിഗ്രി വീതമായിരിക്കും. ഓരോ കോണുകളും 45 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഇവിടെ ഒരു കോൺ 90 ആണെങ്കിൽ മറ്റുള്ള രണ്ട് കോണുകൾ 45 വീതമായിരിക്കും. ഒരിക്കലും മറ്റൊരു കോൺ 90 ഡിഗ്രി വരാൻ സാധ്യതയില്ല. കാരണം രണ്ട് കോണുകളും കൂടി 180 ഡിഗ്രി നമുക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് എന്താവത്തില്ല, രണ്ടാമത്തെ കോൺ അല്ലെങ്കിൽ മറ്റൊരു കോൺ 90 ഡിഗ്രി വരത്തില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കോൺ A, കോൺ B ഇവ കണക്കാക്കുക. In the figure below, O is the center of the circle and A, B are points on the circle. Compute angle A and angle B. ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ കാണുന്ന വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ കേന്ദ്രമാണ്, സെന്റർ ആണ് O എന്ന് പറഞ്ഞാൽ. അപ്പോ വൃത്തത്തിന്റെ കേന്ദ്രമാണ് O എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ വൃത്തത്തിൽ കാണുന്ന കോൺ എയും അതുപോലെ കോൺ ബിയും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കോൺ O നൽകിയിട്ടുണ്ട്. ത്രികോണം ABOയിലെ O നൽകിയിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ഒന്നാമത്തെ കാര്യം, ഇതൊരു സമപാർശ്വ ത്രികോണം. എന്താണ് ഈ ഒരു ത്രികോണം ABO എന്ന് പറയുന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ പറയുന്നത്? ഈ കാണുന്ന ചിത്രത്തിലെ OA എന്ന് പറയുന്ന വശവും അതുപോലെ OB എന്ന് പറയുന്ന വശവും തുല്യമാണ്. OAയും അതുപോലെ OBയും തുല്യമാണ്. ഈ കാണുന്ന രണ്ട് വശങ്ങൾ തുല്യമാണ്. എന്താണ് OAയും OBയും തുല്യമാനുള്ള കാരണം? അതെ, ഇത് വൃത്തത്തിന്റെ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസ് ആണ്. എന്താണ് വൃത്തത്തിന്റെ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസ്. അപ്പൊ എന്താണ് ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസ്? വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന അകലത്തിനെ അല്ലെങ്കിൽ ദൂരത്തിനെ അല്ലെങ്കിൽ വരയെ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പൊ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന്, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്നവരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പൊ ഇവിടെ OA എന്ന് പറയുന്ന ലൈനും അതുപോലെ OB എന്ന് പറയുന്ന ലൈനും ഈക്വൽ ആണ്, ആരങ്ങളാണ്. അപ്പോ ഈ രണ്ട് ആരങ്ങളും തുല്യമായിരിക്കും. അപ്പോ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ ഇതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. ത്രികോണം AOB അല്ലെങ്കിൽ ABO എന്ന് പറഞ്ഞാൽ ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പോ ഈ തുല്യമായ വശങ്ങളുടെ എതിർകോണങ്ങൾ തുല്യമായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. BOയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ A. അതുപോലെ OAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ B. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Bയും എന്തായിരിക്കും? രണ്ടും തുല്യമായിരിക്കും, ഒരേ അളവായിരിക്കും. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിലെ അല്ലെങ്കിൽ ഏതൊരു ത്രികോണത്തിലും അതിലെ ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതില് ഒരു കോൺ അല്ലെങ്കിൽ മൂന്നാമത്തെ കോൺ നൽകിയിട്ടുണ്ട്. അപ്പൊ ബാക്കി തുല്യമായ രണ്ട് കോണുകളുടെ തുക, ബാക്കി തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസിന്റെ സമം എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. 180 നിന്ന് 60 ഡിഗ്രി ഉറച്ചിട്ടുള്ള 120 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഇവിടുത്തെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന്റെ സമം എന്ന് പറയുന്നത് 120 ആണെങ്കിൽ ഓരോ ആംഗിളും 120ന്റെ പകുതി ആയിരിക്കും അല്ലെങ്കിൽ ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതായത് ഓരോന്നും 60 ഡിഗ്രി വീതമായിരിക്കും. ആംഗിൾ എയും ആംഗിൾ ബിയും
60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും 60 ഡിഗ്രിയാണ്, അതുപോലെ ആംഗിൾ ഒയും 60 ഡിഗ്രിയാണ് കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ 3 കോണുകളും 60 ഡിഗ്രി വീതമാണ് കിട്ടിയത്. 60 ഡിഗ്രി വീതം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കോണുകളും 60 ഡിഗ്രി വീതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സമഭുജ ത്രികോണമാണ്, ഓരോന്നും 60 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി.